നമസ്കാരം. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ത്രില്ലറുകളിലൊന്നാണ് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ ദൃശ്യം. ഇപ്പോഴിതാ മൂന്നാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തുവരുമ്പോൾ മറ്റൊരു സസ്പെൻസ് ത്രില്ലറാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ദൃശ്യം സിനിമയോളം തന്നെ പ്രശസ്തമാണ് ചിത്രത്തിലെ ജോർജ് കുട്ടിയുടെ വീടും. ദൃശ്യം 3 തിയേറ്റർ റിലീസിനൊരുങ്ങുമ്പോൾ ജോർജ് കുട്ടിയുടെ ജീവിതത്തിലെ 12 വർഷങ്ങളാണ് നമുക്ക് മുന്നിൽ കടന്നുപോയത്. കാലഘട്ടത്തിനനുസരിച്ച് ജോർജ് കുട്ടിയുടെ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റങ്ങളും ചിത്രത്തിൽ വളരെ വ്യക്തമാണ്. തൊടുപുഴയിലെ ഒരു വീട്ടിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം. ചുറ്റും വാഴകൃഷിയും റബ്ബറും നിറഞ്ഞതാണ് വീട്ടുപരിസരം. ജോർജ് കുട്ടി ഒരു കർഷകനായതിനാൽ അത്തരത്തിലുള്ളൊരു വീട് തേടിയാണ് ജീത്തു എന്നിലേക്ക് എത്തിയതെന്ന് വീട്ടുടമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കൃഷിയും കേബിൾ TV ഓഫീസുമായി ജീവിക്കുന്ന സാധാരണ നാട്ടിൻപുറത്തുകാരനെയാണ് ഒന്നാം ഭാഗത്തിൽ പ്രേക്ഷകർ കണ്ടത്. ഒരു മഹീന്ദ്ര ജീപ്പായിരുന്നു അന്ന് ജോർജ് കുട്ടിക്കുണ്ടായിരുന്നത്. അതിനുവേണ്ടി ചെറിയൊരു ഷെഡും വീടിനോട് ചേർത്തൊരുക്കിയിരുന്നു. രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ സിനിമ സ്വപ്നം കണ്ടു നടന്ന ജോർജ് കുട്ടി സ്വന്തമായി ഒരു തിയേറ്റർ സ്വന്തമാക്കുകയും സിനിമ പ്രൊഡ്യൂസിംഗിലേക്ക് എത്തുന്നതായും കാണാം. സാമ്പത്തികമായി മെച്ചപ്പെട്ടതോടെ വീട്ടിലും മാറ്റങ്ങൾ സംഭവിച്ചു. സ്വന്തമായി കാർ വാങ്ങിയ ജോർജ് കുട്ടി വീടിനോട് ചേർന്ന് പുതുതായി ഒരു കാർ പോർച്ചും പുതിയൊരു മുറിയും പണിഞ്ഞതായി കാണാം. വീട്ടിനുള്ളിലേക്കെത്തിയാൽ പ്രധാന സീനുകളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന മേശ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൃശ്യം 1 തടി കൊണ്ടുള്ള മേശയിൽ പ്ലാസ്റ്റിക് കവർ വിരിച്ച നിലയിലായിരുന്നു. 2 അത് ചില്ലിട്ട മേശയായി മാറിയത് കാണാം. കൂടാതെ ആദ്യ ഭാഗത്തിലെ സ്റ്റീൽ അലമാര 2 തടി കൊണ്ടുള്ളതായി മാറി. കൂടാതെ വീട്ടിലാകെ CCTVയും പിടിപ്പിക്കുന്നുണ്ട്. വീട്ടുടമ പറയുന്നു, സംവിധായകനായ ജീത്തു ജോസഫ് തന്റെ അനുവാദത്തോടു കൂടിയാണ് 12 വർഷങ്ങൾക്കിടയിൽ ഇത്രയും അധികം മാറ്റങ്ങൾ വരുത്തിയതെന്നും വീട്ടുടമയായ ജോസഫ് കുരുവിള പറയുന്നു. 12 ദിവസത്തെ ചിത്രീകരണമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ആദ്യം 6000 രൂപയായിരുന്നു ദിവസവാടകയായി ലഭിച്ചത്. 2 അത് 10,000 3 15,000. രണ്ടാം ഭാഗത്തിനായി 1,20,000 രൂപയുടെ വാഴയാണ് ഇവിടേക്ക് എത്തിച്ചത്. മുറ്റത്ത് ഫ്ലോർ ടൈൽസും പതിപ്പിച്ചു. ദൃശ്യം 3 വാഴകൃഷിക്ക് പകരം കപ്പ കൃഷിയാണ് ചിത്രത്തിലുള്ളത്. പുതിയ നിറത്തിലുള്ള പെയിന്റും വീട്ടിനടിച്ചു. ഇതൊക്കെ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ വന്ന സാമ്പത്തിക വളർച്ച വ്യക്തമാക്കുന്നതാണ്. മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 ദൃശ്യം 3 തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആദ്യ 2 ഭാഗങ്ങൾക്ക് പുറമെ മറ്റൊട്ടനവധി താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.